ക്രിസ്റ്റീന ഈ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചും കൂടിയൊക്കെ അറിവ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് പഠനവും ഒക്കെ ആയിട്ട് തന്നെ. അപ്പം നമ്മൾ ഈ വീട്ടിൽ ചില കാര്യങ്ങൾക്കായിട്ട് ബജറ്റ് നീക്കി വയ്ക്കും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒരു കാര്യത്തിന് വെച്ച ബജറ്റ് പൈസ അത് തികയാതെ വന്ന മറ്റിടങ്ങളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് എടുക്കും. അതായത് ഇപ്പോൾ മക്കളുടെ പഠനത്തിന് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലും അത്യാവശ്യ എമർജൻസിക്ക് വേണ്ടി, അപ്പോൾ അതിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മൈക്രോ എക്സ്പ്ലെയിനറിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. പറയുന്നത് 3 മുതൽ 6 മാസത്തെ നമുക്ക് കിട്ടുന്ന സ്ഥിര വരുമാനം അത് നമ്മുടെ കയ്യിലൊരു എമർജൻസി ഫണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടിൻജൻസി ഫണ്ടായിട്ട് വേണം എന്നാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള അടിയന്തര ആവശ്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അത് വരുമ്പോൾ ആ എമർജൻസി ഫണ്ടിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുക എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ നമ്മൾ പറയുന്നത്. ക്രിസ്റ്റീന വിചാരിക്കുന്നുണ്ടല്ല, പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം എന്ന്. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ കാര്യം മനസ്സിലാവും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലൈഫ് പദ്ധതിയിലെയും കൈവച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ലൈഫ് മിഷൻ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന 136.89 കോടി രൂപയും സർക്കാർ ട്രഷറി അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബജറ്റ് വിഹിതത്തിന്റെ 64% വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ കടുംവെട്ട്. 24 ബ്രേക്കിംഗ്. കാർഷിക മേഖലയുടെ നവീകരണത്തിനായി ലോകബാങ്ക് നൽകിയ 140 കോടി രൂപ വകമാറ്റിയതിന് പിന്നാലെ സാധാരണക്കാരുടെ വീട്ടിലും കൈവച്ചിരിക്കുകയാണ് സർക്കാർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശഭരണ സ്ഥാപന പരിധികളിൽ ലൈഫ് മിഷൻ വഴി വീട് നൽകാൻ ബജറ്റിൽ വകയിരുത്തിയത് 692 കോടി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഒറ്റയടിക്ക് ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് 64.3%. ബാക്കി 247.36 കോടി മാത്രമാണ് ധനവകുപ്പ് ലൈഫ് മിഷന് കൈമാറിയത്. ഇതിൽ മാർച്ച് 31 വരെ ചെലവഴിച്ചതാകട്ടെ വെറും 110.46 കോടി രൂപ. ഇനിയാണ് വർഷാവസാനത്തെ സർക്കാരിന്റെ കടുംവെട്ട്. ലൈഫ് മിഷന്റെ PSTSB അക്കൗണ്ടിൽ നിന്നും ബാക്കിയുള്ള 136.89 കോടി രൂപയും മാർച്ച് 31 സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റി. ഫലത്തിൽ ലൈഫ് മിഷനായി ആകെ വകയിരുത്തിയ 692 കോടിയുടെ 16% മാത്രമാണ് ചെലവഴിക്കാനായത്. 582 കോടിയും സർക്കാർ തന്നെ തിരികെ പിടിച്ചു. വാർഷിക ആഘോഷത്തിന് മാത്രമായി കോടികൾ ദൂർത്തടിക്കുന്ന സർക്കാരാണ് പാവപ്പെട്ടവന് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിലും കൈയിട്ട് വാരിയത്. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം.